രേണുസുതി എത്ര ലക്ഷം രൂപയാണ് സമ്പാദിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ഇനോഗ്രേഷൻസിലും അല്ലെങ്കിൽ ഓരോ ഇവന്റ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഒരുപാട് ആൾക്കാർക്ക് ഇന്നലെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്നാലും സംസാരിക്കുന്നതാണ്. പക്ഷേ ഈ രേണുസുതിയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുസുധര ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നുള്ള ലൈഫ് സ്റ്റൈലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. അതായത് രേണുസുധ ഇപ്പൊ എവിടെയാണെന്ന് നോക്കിയാൽ നമ്മൾ ഭൂരിഭാഗം സമയത്തും ഇത്തരത്തിൽ ഇനോഗ്രേഷൻസിലും ഇവന്റ്സിലും കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് പുറത്താണ് രേണുസുദിനെ കാണാറുള്ളത്. പക്ഷെ കുറച്ചാൾ മുന്നേ ഉള്ള രേണുസുധിയുടെ ഒരു കാര്യം നോക്കിയാൽ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇത്രയധികം റീച്ച് കിട്ടി പുറം രാജ്യങ്ങളിലും മറ്റും ഈ പറയുന്ന ഇവന്റ്സിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നടക്കുന്ന രേണുസുധിക്ക് ഒരു സപ്പോർട്ട് മാത്രമല്ല, ഈ പറയുന്ന നല്ല രീതിയിലുള്ള ഫാൻസ് മാത്രമല്ല, നല്ല രീതിയിലുള്ള ഒരു ഹെയ്റ്റും രേണുസുധിക്കെതിരെ ഉറപ്പായിട്ടും ഉണ്ട്. അത് ഉറപ്പായിട്ടും റീച്ചിലേക്ക് എത്തിക്കഴിയുമ്പോൾ രണ്ട് വശങ്ങളും ഉറപ്പായിട്ടും കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഹെയ്റ്റും രേണുസുധിക്കെതിരെ വരുന്നുണ്ട്. അത് ഇപ്പോഴൊന്നല്ല, സക്സസ് കിട്ടിയ ശേഷം സക്സസ് കിട്ടുന്നതിന് മുന്നേയും ഈ പറഞ്ഞൊരു ഹെയ്റ്റ് രേണുസുധിക്കെതിരെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ സ്ഥിരമായിട്ടുള്ള ഒരു ഹെയ്റ്റേഴ്സ് ഉണ്ടായിട്ടും അതിലൊന്നും വീഴാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം കാണിച്ചുകൊണ്ട് തന്നെയാണ് രേണുസുധിക്ക് ഇത്രയും വലിയ സക്സസ് കിട്ടിയത് എന്നതും നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്നാലും രേണുസുധിക്ക് ഓരോ ഇവന്റ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് നോക്കിയാൽ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും രേണുസുധിയുടെ ഒരു എമൗണ്ട് എത്രയാണെന്നുള്ളത് രേണുസുധി അത് പുറത്തു വിട്ടിട്ടുള്ള ഒരു ഡാറ്റയോ കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ എങ്കിലും ഇത്രയധികം റീച്ച് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മേടിക്കുന്ന ഒരു എമൗണ്ട് എത്രയാണെന്നുള്ള പല സെലിബ്രിറ്റീസും ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് പറഞ്ഞതിന്റെ ഒരു ബേസിൽ നമുക്ക് അറിയാവുന്നതാണ്. ഒരു ആവറേജ് ആയിട്ട് ഒരു 50,000 മുതൽ ഒരു 1,00,000 മുകളിലേക്ക് വരെ മേടിക്കാറുണ്ട്. പക്ഷെ രേണുസുധി എന്ന് പറഞ്ഞാൽ ഇപ്പോ രേണുസുധിക്കുള്ള റീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബോസ് ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ഒരു മാസം വരെ നിന്ന് പുറത്തിറങ്ങി ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിലും കൂടി ആ ഒരു രീതിയിലുള്ള ഒരു ഫാൻ ബേസും ആ ഒരു റീച്ചും കൂടി ഉറപ്പായിട്ടും രേണുസുധിക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സാലറിയിലും അതിന്റേതായ ഒരു പരിഗണന ഉറപ്പായിട്ടും രേണുസുധിക്ക് കിട്ടും എന്ന് തന്നെയാണ് എന്നാലും വിശ്വസിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന രേണുസുധി കറക്റ്റ് ആയിട്ട് എത്ര മേടിക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ എങ്കിലും ഒരു 1,00,000 മുതൽ അതിന് മുകളിലോട്ട് മേടിക്കാനുള്ള ഒരു സാധ്യത ഉറപ്പായിട്ടും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ രേണുസുധി ആയതുകൊണ്ട് ഇതിന് താഴെയും മേടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയില്ല. കാര്യം രേണുസുധി ചിലപ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവരെ സംസാരം കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്നാൽ അത്രയും വേണ്ട എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞിട്ട് എമൗണ്ട് കുറയ്ക്കാനുള്ള സാധ്യത ഉറപ്പായിട്ടോടെ ഉണ്ട്. അതില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഒരു ആവറേജ് കണക്കാക്കുന്നത് രേണുസുധിക്ക് ഇപ്പോൾ ഒരു റീച്ച് വെച്ച് മിനിമം ഒരു 1,00,000 മുതൽ അങ്ങോട്ട് മുകളിലോട്ട് മേടിക്കാനുള്ള സാധ്യതയാണ് ഞാൻ എന്തായാലും കാണുന്നത്. ഈ ഒരു സക്സസ് എന്നാലും നല്ല രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാൻ രേണുസുധിക്ക് സാധിക്കട്ടെ എന്ന് മാത്രം എനിക്ക് എന്തെങ്കിലും പറയാനുള്ളൂ. അപ്പൊ എന്നാലും രേണുസുധിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത്